ചെറിയ പടക്കം പൊട്ടിക്കൽ പരിപാടിയിലൂടെ ഇത്തവണത്തെ വിഷു നമ്മൾ ആരംഭിക്കുകയാണ്. ഇത് വിഷു തലേദിവസമാണ്, നമ്മുടെ കണിയൊക്കെ ഒരുക്കുന്ന ആ ഒരു ടൈം. ഞങ്ങളവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കാൻ മിടുക്കി എൻ്റെ ചേച്ചിയാണ്. എന്തൊക്കെ സാധനങ്ങൾ വേണം ആ സാധനങ്ങളൊക്കെ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുവച്ച് കൊടുത്താൽ ചേച്ചി നല്ല അടിപൊളിയായിട്ട് കണിയൊരുക്കും. അങ്ങനെ നമ്മുടെ ഗ്രന്ഥവും വെറ്റിലയും പാക്കും കുറേ ഫ്രൂട്ട്സും കോടിമുണ്ടും ധാന്യങ്ങളും സ്വർണവും വാൽക്കണ്ണാടിയും പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള കൃഷ്ണൻ്റെ വിഗ്രഹം കൂടി വെച്ചപ്പോൾ നമ്മുടെ ഇത്തവണത്തെ വിഷുക്കണി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ രാവിലെ എണീച്ച് നമ്മുടെ വിഷുക്കണിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉറക്കപ്പിച്ചിലാണെങ്കിലും വിഷു കൈനീട്ടത്തിൻ്റെ കാര്യം നമ്മൾ ആരും മറന്നില്ല. അങ്ങനെ അച്ഛൻ ഞങ്ങൾ ഓരോരുത്തർക്കായിട്ട് വിഷു കൈനീട്ടം തരുന്ന ഒരു ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് വിഷു കൈനീട്ടമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഒട്ടും എനർജി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ പ്ലാനൊന്ന് മാറ്റിവെച്ചു. വിഷുവിന് പടക്കവും കണിയും കൈനീട്ടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വിഷു സദ്യക്കാണല്ലോ. കൊല്ലത്തിൽ 2 തവണയായിരിക്കും നമ്മൾ മെയിനായിട്ട് സദ്യ ഒരുക്കുന്നത്, ഒന്ന് ഓണത്തിന് ഒന്ന് വിഷുവിനും. അപ്പോൾ ഇക്കൊല്ലത്തെ വിഷുവിന് നമ്മൾ ഒരുക്കിയ വിഭവങ്ങളാണ് ഇത്. നമ്മളല്ല, അമ്മയാണ് മെയിനായിട്ട് ഇത് ഒരുക്കിയത്. ചോറും സാമ്പാറും അവിയലും ബീട്രൂട്ട് ഉപ്പേരിയും ഓലനും കൂട്ടുകറിയും പപ്പടവും പായസമൊക്കെ കൂട്ടി ഒരു ചെറിയ വലിയ സദ്യയായിരുന്നു നമ്മളന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടി ഇരുന്ന് ഉച്ചയ്ക്ക് വാഴയിലയിൽ സദ്യ കഴിക്കുന്നത് ഒരു നല്ല വൈബല്ലേ. പിന്നെ നമ്മുടെ വിഷുവിൻ്റെ അന്ന് തൃശ്ശൂർക്കാർക്കുള്ള ഒരു മെയിൻ സംഭവമാണ് ഈ വിഷുക്കട്ട എന്ന് പറയുന്നത്. അരി തേങ്ങാപ്പാലിട്ട് വേവിച്ച് നല്ലോണം വെന്ത് കുറുകി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് ശർക്കരപ്പാനിയാണ്. ഈ ഒരു സംഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇക്കൊല്ലത്തെ വിഷു സദ്യ ഞാൻ വളരെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ആ വാഴയിലയിൽ തന്നെ കുറച്ച് പായസം കഴിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ കറികളുടെ ഒരു എരിവും കൂടെ അതിൽ കിട്ടും, പ്ലസ് നമ്മുടെ വാഴയിലയുടെ ആ ഒരു ടേസ്റ്റും. വാഴയിലയിൽ കുറച്ച് പായസമല്ലേ കുടിച്ചുള്ളൂ, അതുകൊണ്ട് തന്നെ ഗ്ലാസ്സിൽ കുറച്ച് വിശദീകരിച്ച് നമുക്ക് പായസം കുടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പായസം അങ്ങനെയും കുടിച്ചു. വൈകുന്നേരം ആയപ്പോൾ അമ്മായിയുടെ വീട്ടിൽ ഒരു ചെറിയ വിസിറ്റും കൂടെ നടത്തി. വൈകിട്ടായപ്പോൾ അമ്മായിയുടെ വീട്ടിലോട്ട് ഒരു ചെറിയ വിസിറ്റും കൂടെ നടത്തി. അവിടുന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ നമ്മുടെ കൂടെ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് രാത്രി നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് ഒന്നുകൂടെ സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇലയൊക്കെ ഇട്ട് കറികളൊക്കെ വിളമ്പി ഞങ്ങൾ വീണ്ടും ഒരു സദ്യ കഴിച്ചു. അങ്ങനെ ഇക്കൊല്ലത്തെ വിഷുവും തീർന്നു.